മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. അത് ഇപ്പോഴത്തെ US ബേസുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തെ സംബന്ധിച്ചല്ലെങ്കിൽ പോലും അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊരു കേടുപാടും ഉണ്ടായിട്ടില്ല അമേരിക്കൻ ആക്രമണത്തിലെന്നാണ് ഇറാന്റെ അവകാശവാദം. അതിനെ തള്ളുകയാണല്ലോ ട്രംപ്. എന്താണ് പ്രതികരണം? ഗോകുൽ, ഇത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഏറെ ദിവസങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും. അത് ഇറാനെ സംബന്ധിച്ച് ഒരു കാരണവശാലും അത് തകർന്നു എന്ന് അവർ പക്ഷേ അത് സമ്മതിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ പെന്റഗണിൽ നിന്നുള്ളതും അതുപോലെ ഡിഫൻസിന്റെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സിറ്റുവേഷൻ റൂമിൽ നിന്നിരുന്നുകൊണ്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ, അല്ലെങ്കിൽ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇറാൻ നയതന്ത്ര ചാനലുകളിൽ കൂടെ അമേരിക്കയെ ഇത്തരം ഒരു ആക്രമണത്തിന് തുനിയുന്നുണ്ടെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, കഴിഞ്ഞ ആഴ്ച, അതായത് ജൂൺ 19-ന് അമേരിക്കയുടെ പോർ വിമാനങ്ങളും അതുപോലെ ബഹ്റിൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പലും ഒക്കെ ദിശ തിരിച്ചു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയത്തില്ല. ഏതാണ്ട് 40,000 പട്ടാളക്കാരാണ് ഈ 5 US ബേസുകളിലായിട്ട് പശ്ചിമേഷ്യയിലുള്ളത്. അതിലേറ്റവും വലുതാണ് അൽ ഉദൈദിലെ എയർബേസ്. അതാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 11,000 പട്ടാളക്കാരും 100-ലധികം പോർ വിമാനങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബ്രിട്ടീഷ് പൗരന്മാരും അതുപോലെ അമേരിക്കൻ പൗരന്മാരോടും ഒക്കെ ഷെൽട്ടറിലേക്ക് മാറുവാനുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടിരുന്നു. തന്നെയുമല്ല, ഈ ഇറാനിൽ നിന്ന് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അവരുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്നതിൽ ഉപരിയായിട്ട് അമേരിക്കയ്ക്കുള്ളിലുള്ള അവരുടെ സ്ലീപ്പർ സെൽസ്, പ്രത്യേകിച്ച് ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അവർ എല്ലാ കാലത്തും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ തലവൻ ക്രിസ്റ്റി നോം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും അത്തരമുള്ള ഭീഷണികളൊന്നും വന്നിട്ടില്ല. ഇറാൻ ഇതുപോലെ ഖത്തറിനും വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ TP ജെയിംസ് സാറും ഒക്കെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ അവർക്കൊരു മുൻകരുതൽ എടുക്കാൻ പറ്റി. പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ യുദ്ധം കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെയെല്ലാം, പ്രത്യേകിച്ച് ഇന്ത്യയും ഒക്കെ ബാധിക്കുന്ന ഒരു വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങളാണ്. ഇപ്പോൾ തന്നെ 4% ബാരലിന് ക്രൂഡ് ഓയിൽ വില കൂടിയിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഈ ആക്രമണത്തോടു കൂടി സമാധാന ശ്രമങ്ങൾക്കുള്ള ഈ മറ്റ് രാജ്യങ്ങളുടെ ശ്രമങ്ങൾ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. തന്നെയല്ല, വ്ളാദിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപുമായിട്ട് അല്പം സൗഹൃദത്തിലാണ്. അപ്പോൾ റഷ്യയുടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഗ്ചി പുടിനുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. ഒരുപക്ഷെ നയതന്ത്ര തലത്തിൽ കൂടി ഇറാന് ഒരു പ്രാവശ്യം ഒരു വ്യോമത്താവളത്തിലേക്കുള്ള ഒരു ആക്രമണം നടത്തി അതോടുകൂടി നിർത്തിക്കൊള്ളാനുള്ള ഒരു മെസ്സേജ് ചിലപ്പോൾ കൊടുത്തിരിക്കാനുള്ള സാധ്യതയും കാണും. ഇതൊന്നും പക്ഷേ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല. ഇവരുടെ മധ്യദൂര മിസൈലുകളെല്ലാം തീർന്നതായിട്ടാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഡ്രോണുകളും അതുപോലെ ഷോർട്ട് റേഞ്ച് മിസൈലുകളും ഒക്കെ ധാരാളം ഇറാന്റെ പക്കലുണ്ട്. വലിയ അപകടം വരുത്തി വെക്കത്തക്ക രീതിയിലുള്ള ആയുധങ്ങൾ തന്നെയാണ്. 2020-ൽ ഇറാൻ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇതേ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, കമാൻഡർ ഓഫ് ഇറാൻ ഖോസിം സുലൈമാനി ടെഹ്റാൻ എയർപോർട്ടിൽ നിന്ന് പോകും വഴി കൊല്ലപ്പെട്ടതിന് അന്നും ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ഭരണത്തിലിരുന്നത്. തന്നെയുമല്ല, ഇപ്പോൾ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചത് ഇറാൻ ആണെന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇറാന്റെ അങ്ങനെ ഒരു വധഭീഷണിയെ തുടർന്ന് ട്രംപിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ അത് വേറൊരാളായിട്ട് മാറുകയൊക്കെ ആയിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇറാനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ അത്ര ശരിയായ രീതിയിൽ പോകില്ല. ഗോകുൽ, ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്നുള്ള US-ന്റെ നീക്കങ്ങളെ സംബന്ധിച്ചൊപ്പം അവിടുത്തെ ചർച്ചകൾ, കൂടിയാലോചനകളൊക്കെ സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവച്ചു. സിറ്റുവേഷൻ റൂമിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. പക്ഷേ ഈ US എയർബേസുകളിലേക്കുള്ള ഇറാന്റെ ആക്രമണം സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണവും ഈ ഘട്ടം വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറാൻ റവല്യൂഷണറി ആർമി ഗാർഡും ഒക്കെ ഈ ആക്രമണം സ്ഥിരീകരിക്കുന്നുണ്ട്. അവരെവിടെയാണ് ലക്ഷ്യം വെച്ചത്? അത് അൽ ഉദൈദാണ്. അമേരിക്കയുടെ താവളമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അത് ഖത്തർ അല്ല എന്നവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ GCC രാഷ്ട്രങ്ങൾ ഈ ആക്രമണത്തെ, എയർ സ്പേസ് കടന്നുള്ള ആക്രമണത്തെ, അത് ഖത്തറിന് നേരായ ആക്രമണം എന്ന നിലയിൽ തന്നെയാണ് അതിനോട് പ്രതികരിക്കുന്നത്.